വെൽക്കം ബാക്ക് ടു ഉഷാസ് ക്രിയേറ്റീവ് സ്പേസ്. ഇന്ന് നമുക്ക് 2 സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഒരു ബ്രാൻഡിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ് ബ്രീഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ടാവും. അതിൻ്റെ കണ്ടൻറ്റ് എന്താണ് വേണ്ടത്, ആരാണ്, പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊരു ഓഫീസിൻ്റെ സപ്ലൈസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഫോട്ടോഷോപ്പിൽ പോവുക, എന്നിട്ട് പിന്നെ അതിൽ ഡോക്യുമെൻ്റ് സെറ്റ് ചെയ്യുക. ആൻഡ് യു സ്റ്റാർട്ട് ടു റൈറ്റ് ദി ബ്രീഫ്. ആ ബ്രീഫ് എന്താണെന്നുള്ളത് നമ്മൾ അതിലേക്ക് ഇടുക. ആൻഡ് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു മൂപ്പോട് ചെയ്യുക എന്നുള്ളതൊരു അവസ്ഥയാണ്. ആൻഡ് ദെൻ യു ഗോ ടു ക്യാൻവേ സോഫ്റ്റ്വെയറിൽ പോയിട്ട് നമ്മൾ ലോഗോ ഡിസൈൻ ചെയ്യുകയാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ഒരു ലോഗോ ആണ്. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് അങ്ങനെ പേരിട്ടു. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് ടു യൂസ് ഇമേജസ് ആൻഡ് കളേഴ്സ്. അപ്പോൾ ഈ 4 കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്തത്. ആ കളേഴ്സ് യൂസ് ചെയ്യുക മാത്രമല്ല, സ്വതവേ ബ്രാൻഡിങ് ചെയ്യുമ്പോൾ കളേഴ്സിൻ്റെ കളർ എന്താണെന്നുള്ളത് നമ്മൾ എപ്പോഴും സ്പെസിഫൈ ചെയ്യും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. സോ അത് ഞാൻ സ്പെസിഫൈ ചെയ്യുകയാണ് ഏത് കളറൊക്കെയാണെന്നുള്ളത്. ആൻഡ് ദെൻ മോക്കപ്പ് ഡിസൈനാണ്. മോക്കപ്പ് ഡിസൈനിൽ നമ്മൾ ഈ ഒരു ബ്രാൻഡിങ് ഇത് വെച്ചിട്ട് ലോഗോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ്. ഇതൊരു ബാനറൊക്കെ പോലെ നമുക്ക് കമ്പ്യൂട്ടറിലോ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ തക്കവണ്ണമുള്ള രീതിയിലാണ് ചെയ്യണത്. അപ്പോൾ ഫോട്ടോഷോപ്പിൽ ഞാൻ യൂസ് ചെയ്തു, ക്യാൻവയിലും ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തത്. കളേഴ്സ് എന്തുകൊണ്ട് ഞാൻ ഈ 4 കളേഴ്സ് ചൂസ് ചെയ്തു? ഇപ്പോൾ ഓറഞ്ച് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ്. ഓഫീസ് സപ്ലൈസ് ആണ്. ആൻഡ് ദേ ഹാവ് മെൻഷൻഡ് ഇൻ ദ ബ്രീഫിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് മെന്നാണ്. എന്ന് വെച്ചാൽ ഓഫീസിലുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് ബേസ് ചെയ്തിട്ടാണ് ടാർഗറ്റ് ഓഡിയൻസ്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് റിജിഡ്, കുറച്ച് ഭയങ്കര ഫോമലായിട്ടുള്ള ഒരു ഡിസൈൻ വേണം. അപ്പോൾ ഞാനത് മോക്കപ്പ് ഡിസൈൻ ഒരാൾ ഇങ്ങനെ വിസിറ്റിംഗ് കാർഡ് പിടിച്ചിരിക്കണ ഒരു ഇത്. ആൻഡ് ദെൻ ദ ഫൈനൽ തിങ്. അപ്പോൾ ബ്രാൻഡിങ് നമുക്ക് പല രീതിയിലും ചെയ്യാം. ഇത് ഞാനൊരു കുട്ടി ബ്രാൻഡിങ് ആണിത്. I hope you like the video. Until next time, thank you for joining me into this kutti session.